വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന ഈ ഉണ്ണിയപ്പം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ 3 അച്ച് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എൻ്റേതൊരു കുറച്ച് വലിയ അച്ചാണ്. ഇത് 3 എണ്ണം വലിയ അച്ചാണെങ്കിൽ 3 എണ്ണം ആവശ്യമില്ല, 2 എണ്ണമേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ ഏതെങ്കിലും ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഒന്ന് നന്നായി ഉരുക്കി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നെയ്യ് മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ്, ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാവുന്നതാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായി വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് വറുത്താൽ ശരിക്ക് കരിഞ്ഞു പോവുകയുള്ളൂ, നന്നായി വറന്ന് കിട്ടില്ല, എല്ലാ ഭാഗവും ഒരുപോലെ വറന്ന് കിട്ടില്ല. ഇപ്പം നമ്മുടെ ശർക്കരയെല്ലാം മെൽറ്റായി നല്ല പാനിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം തണുക്കുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് 2 കപ്പ് ആട്ടയാണ്, അതായത് ഗോതമ്പ് പൊടി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ വറുത്ത റവയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ വറുക്കാത്ത റവ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അല്പം എള്ള് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിരുന്നില്ല. എനിക്കത് മുഴുവൻ ഒഴിച്ചു കൊടുത്താൽ മധുരം കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം അരച്ച് ചേർക്കണം. ഞാൻ ഈ രീതിയിലുള്ള ഒരു വലിയ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്തതായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമുക്ക് ആ മാവിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കുന്നതിനായിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ പരുവത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി നമ്മൾ അത് യോജിപ്പിച്ചെടുക്കണം. അല്പം കൂടി നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. പിന്നെ നെയ്യ്, ഇതൊരു നെയ്യുടെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ്, 1-2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു 2 നുള്ള് അല്ലെങ്കിൽ 3 നുള്ള്, 1/4 ടീസ്പൂൺ വേണ്ട ബേക്കിംഗ് സോഡയാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടാക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് നമുക്കൊരു അല്പം ഇട്ട് കൊടുത്ത് നോക്കാം. ഒന്നുകൂടി ചൂടാവാനുണ്ട്. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പമായിട്ട് കോരി ഒഴിക്കാം. ഇനി അത് പൊങ്ങി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായി നമുക്ക് വറുത്ത് കോരാം. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം മുഴുവൻ ചുട്ടെടുക്കാം.
വളരെ സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.